നമസ്കാരം. എന്തുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ്? ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ ചിന്ത അല്ലെങ്കിൽ ഡിസ്കഷനാണ് എന്തുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത്. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, അത് സുനിശ്ചിതമാണ്. പക്ഷേ മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എപ്പോൾ ഈ കോമാളി കടന്നു വരുമെന്നും പ്രവചിക്കാൻ പറ്റില്ല. അപ്രതീക്ഷിതമായ ഒരു മരണത്തോടെ കുട്ടികൾക്ക് അച്ഛൻ, അല്ലെങ്കിൽ അമ്മയ്ക്ക് മകൻ, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ്, അങ്ങനെ പ്രിയപ്പെട്ടവരെ ആരെയും നമുക്ക് നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ അസ്തമിക്കുന്നത് പോലെയാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാവുമ്പോൾ. മരണപ്പെട്ട വ്യക്തി അണിയറയിലേക്ക് നീങ്ങിയാലും അയാളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ആളുകൾ വീണ്ടും ജീവിതം തുടരണം. ഭക്ഷണം വേണം, വസ്ത്രം വേണം, വിദ്യാഭ്യാസം ഉണ്ടാവണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റണം. ഇതിന് പണവും ആവശ്യമാണ്. കുടുംബനാഥൻ്റെ അഭാവത്തിലും കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനം, ഇതാണ് ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്നത്. ലോകത്തിലെ മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലൈഫ് ഇൻഷുറൻസിലും അതുപോലെ തന്നെ ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. സ്നേഹിക്കുന്നവർക്കുള്ള ഒരു വിലപിടിച്ച ഉപഹാരമാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ആ ഒരു സ്നേഹപ്രതീകം കരുതി വച്ചിട്ടുണ്ട്? നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരു സ്നേഹത്തിൻ്റെ കരുതൽ, അത് എല്ലാവരും എടുക്കേണ്ടത് ആവശ്യമില്ല. മരണത്താൽ അനാഥമാക്കപ്പെടുന്ന കുടുംബങ്ങളിലെ മറ്റുള്ളവരെ കണ്ണീരൊപ്പം കഴിവുള്ള ഒരു അദൃശ്യ സാമ്പത്തിക സുരക്ഷിത കവചമാണ് ലൈഫ് ഇൻഷുറൻസ്. തീർച്ചയായും ഓരോ കുടുംബത്തിലും അത് എടുക്കേണ്ടതും ആവശ്യമാണ്, പ്രത്യേകിച്ചും കുടുംബനാഥൻ. അപ്പോൾ ഇതുവരെ ആരും അങ്ങനെ ഒരു കരുതൽ നടപടി എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക. കൂടുതൽ ഗൈഡൻസിനും വിവരങ്ങൾക്കും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ ബൈ.